കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എങ്ങനെയാണ് നടത്തുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യം രോഗിയെ ജനറൽ അനസ്തേഷ്യയ്ക്ക് വിധേയനാക്കുന്നു. അതിനാൽ അവർ പൂർണ്ണമായും ഉറങ്ങുകയും വേദന അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. സർജൻമാർ പിന്നീട് അടിവയറിന്റെ താഴത്തെ ഭാഗത്ത്, സാധാരണയായി വലത് അല്ലെങ്കിൽ ഇടതുവശത്ത് ഒരു ചെറിയ മുറിവുണ്ടാക്കുന്നു. കൗതുകകരമെന്നു പറയട്ടെ, രോഗിയുടെ തകരാറിലായ വൃക്കകൾ പ്രശ്നങ്ങളുണ്ടാക്കാത്ത പക്ഷം സാധാരണയായി ശരീരത്തിനുള്ളിൽ തന്നെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ആരോഗ്യമുള്ള ദാതാവിന്റെ വൃക്ക അടിവയറ്റിലെ താഴത്തെ ഭാഗത്ത് ശ്രദ്ധാപൂർവം സ്ഥാപിക്കുകയും പുതിയ അവയവത്തിലൂടെ രക്തമൊഴുകുന്നതിനായി സർജൻ വൃക്കയിലെ രക്തക്കുഴലുകളെ അടുത്തുള്ള ധമനികളുമായും സിരകളുമായും ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തതായി മൂത്രം കൊണ്ടുപോകുന്ന ചെറിയ ട്യൂബായ മൂത്രനാളി രോഗിയുടെ മൂത്രസഞ്ചിയിലേക്ക് ബന്ധിപ്പിക്കുന്നു. ഇതിലൂടെ വൃക്കയ്ക്ക് സാധാരണ രീതിയിൽ മൂത്രം ഉൽപ്പാദിപ്പിച്ചു തുടങ്ങാനാകും. എല്ലാം ബന്ധിപ്പിക്കുകയും രക്തയോട്ടം പുനഃസ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പുതിയ വൃക്ക പലപ്പോഴും ഉടൻ തന്നെ പ്രവർത്തിച്ചു തുടങ്ങുന്നു. അവസാനം ശസ്ത്രക്രിയ നടത്തിയ ഭാഗം തുന്നിക്കെട്ടുകയും രോഗിയെ റിക്കവറി റൂമിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. അവിടെ ഡോക്ടർമാർ വൃക്കയുടെ പ്രവർത്തനം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ശരീരം പുതിയ വൃക്കയെ നിരസിക്കുന്നത് തടയാൻ മരുന്നുകൾ നൽകുകയും ചെയ്യുന്നു. ഒന്ന് ഷെയർ ചെയ്തേക്ക്. ഇത് കൂടുതൽ അറിവുകൾക്കായി ഫോളോ ചെയ്യാൻ മറക്കല്ലേ.